പങ്കെടുക്കാതെ അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചു. പരിപാടി അവർ നടത്തിക്കോളുമെന്നും തന്റെ ആവശ്യമില്ല എന്നും ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പങ്കെടുക്കുമെന്ന് പറഞ്ഞ ജി സുധാകരൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇപ്പോൾ ജി സുധാകരൻ പറയുന്നത് അവർ നടത്തിക്കോട്ടെ എന്ന് തന്നെയാണല്ലേ? കാരണം പോകുന്നില്ല എന്ന നിലപാട് ഉറച്ച് നിൽക്കുകയാണ് ജി സുധാകരൻ, അല്ലേ? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രധാനമായും ഇത് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കം വീട്ടിലെത്തി കണ്ടിരുന്നെങ്കിൽ പോലും ഇന്ന് നടക്കുന്ന ഈ പരിപാടിയുടെ, അതായത് VS അച്യുതാനന്ദന്റെ പേരിലുള്ള കർഷക തൊഴിലാളി മാസികയുടെ പുരസ്കാരദാന ചടങ്ങാണ്. അവിടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അടക്കം പങ്കെടുക്കുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു നോട്ടീസ് പോലും ജി സുധാകരന് കൈമാറിയിരുന്നില്ല. അവിടെ ചെന്നാൽ ജി സുധാകരൻ എന്താണ് റോളെന്ന് പോലും വ്യക്തമാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി അവഹേളിതനാകണ്ട എന്ന് കരുതി തന്നെ ആവണം ജി സുധാകരൻ വിട്ടു നിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ 20-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നടക്കുന്ന പുന്നപ്ര വയലാർ 79-ാം വാർഷികാചരണ പരിപാടി, അത് സ്വന്തം മണ്ഡലത്തിൽ ജി സുധാകരന്റെ വീടിന് സമീപമാണ്, അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. ആ പരിപാടിയിലേക്കും ജി സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. ആ പരിപാടിയിലെ നോട്ടീസിലും ജി സുധാകരന്റെ പേരും വെച്ചിട്ടില്ല. അപ്പോൾ പാർട്ടി അവഗണന മാറ്റുന്നു എന്ന് പറയുമ്പോഴും ആ അവഗണന മറ്റൊരു രീതിയിൽ തുടരുക തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവണം ജി സുധാകരൻ വിട്ടു നിൽക്കുന്നത്. താൻ കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയാണ്. അരിപ്പാട്ടും ഒരു പിറന്നാൾ പരിപാടിയിലും പങ്കെടുക്കണം, പ്രബുദ്ധ പണിക്കരുടെ പിറന്നാൾ പരിപാടിയിലും പങ്കെടുത്ത് കരുനാഗപ്പള്ളിയിലേക്ക് പോവും എന്നതാണ്. അവർ പരിപാടി നടത്തിക്കോട്ടെ എന്നുമാണ് ജി സുധാകരൻ പ്രതികരിച്ചത്. ദേവിക, ശരി, എന്തായാലും ജി സുധാകരന്റെ ആ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം തിരികെ എത്താം. കരുനാഗപ്പള്ളി പോകണം. അതിന് മുമ്പ് ഹരിപ്പാടൊരു പ്രായമായ നമ്മുടെ ഒരു കുടുംബ കാരണവരുടെ ജന്മദിനമുണ്ട്. ഇവിടെ ഒരു സഞ്ചയം ഒരു വീട് കയറ്റമാണ്. അത് കഴിഞ്ഞാൽ കുട്ടനാട്ടിലേക്കില്ല, കുട്ടനാട്ടിലേക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല. അതായത് അവർ നടത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല, അതാവുന്നുണ്ടല്ലോ. ശരി, എന്തായാലും കുട്ടനാട്ടേക്ക് ഇല്ല എന്നുള്ള പ്രതികരണമാണ് ജി സുധാകരൻ നടത്തിയത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.